നമസ്കാരം. AETCM യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. COVID-19 കുറിച്ച് സാധാരണക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായി എന്നോടൊപ്പമുള്ളത് ഡോക്ടർ ഗിരീഷ് കുമാർ സാറാണ്. സർ, സ്വാഗതം. സർ, എന്താണ് ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ? COVID-19 എന്ന് പറയുന്നത് കൊറോണ വൈറസ് ഡിസീസ് 2019 ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച ഒരു വൈറസാണ്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കാലം മുന്നേ തന്നെയുണ്ട്. പക്ഷേ 2019 ഇതൊരു പുതിയ തരം രൂപമാറ്റം വന്ന ഒരു വൈറസായി വരികയും അങ്ങനെ ചൈനയിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വൈറസാണ് കൊറോണ വൈറസ് 2019 അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? സാധാരണ കാണുന്ന ഒരു രോഗം ബാധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ പോലെ ഏത് വൈറൽ ഡിസീസ്, ഇപ്പോൾ നമുക്കെല്ലാവർക്കും വൈറൽ ഫീവർ വരാറുണ്ട്. തൊണ്ടവേദന, ചുമ, ഒരാഴ്ചത്തേക്ക് ഒരു പനി, ശരീരം വേദന, ഇതൊക്കെ തന്നെയാണ് കൊറോണ വൈറസിൻ്റെ എല്ലാതരം കൊറോണ വൈറസിൻ്റെയും ലക്ഷണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ ഈ COVID-19 എന്ന് പറയുന്നതിൻ്റെ ഇൻഫെക്ഷൻ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതായത് സാധാരണ ഒരാളിൽ നിന്ന് ഇത് പരക്കുന്നത് കുറച്ച് ആളുകളിലേക്ക് മാത്രമാണ്. പക്ഷേ കൊറോണ വൈറസ് 2019 എന്ന് പറയുന്ന അസുഖം വളരെ വ്യാപകമായി പകരുകയും അതിലൊരു 5% ആൾക്കാർക്ക് മാത്രം അത് വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ സാധാരണ ഏത് വൈറസ് അസുഖങ്ങളിലും തൊണ്ടവേദന, ചുമ, ശരീരം വേദന മുതലായവ ഒരു വൈറൽ ഡിസീസിൻ്റെ ഒരു അതിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കും. 15% ആൾക്കാർക്ക് ഇത് ന്യൂമോണിയ ആയിട്ട് വരാനും 5% ആൾക്കാരിൽ ഇത് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഈ രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് തടയാനായി നമ്മളെപ്പോഴും ഈ കൈ കഴുകുന്നതിനെക്കുറിച്ച് വീണ്ടും എടുത്ത് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ പിന്നിലെ ആ ശാസ്ത്രീയ വശം കൂടെ ഒന്ന് വിശദീകരിക്കാമോ? കൈ കഴുകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏത് തരം വൈറസിനും അതിൻ്റെ പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ആവരണമുണ്ട്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണമുണ്ട്. സാധാരണ നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ സോപ്പ് കലർന്ന ലായനിയിലോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻറ്റിങ് ആയിട്ടുള്ള എന്തെങ്കിലും ലായനിയിലോ കൈ കഴുകുകയാണെങ്കിൽ ഈ പ്രൊട്ടക്റ്റീവ് ആവരണത്തെ അത് കളയും. ഈ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടാൽ ഈ വൈറസിന് പിന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൈ കഴുകുകയോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ കൈ കഴുകുകയോ ചെയ്യുകയാണെങ്കിൽ ഈ വൈറസ് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ വൈറസ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും നമ്മൾ തൊട്ടതിന് ശേഷം കയ്യിൽ വരികയാണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ മുഖത്ത് ഒന്ന് തൊടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തൊടുന്നതിന് മുന്നേ നമ്മൾ കൈ കഴുകുകയാണെങ്കിൽ ഈ വൈറസ് നശിക്കുകയും നമുക്ക് ആ അസുഖം കിട്ടാതിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊന്നും തുമ്മുകയോ ചുമക്കുകയോ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടാകുന്ന ഈ വൈറസിനെ കൈ കഴുകുമ്പോൾ അത് നശിച്ചു പോവുകയും മറ്റൊരാൾക്ക് ഈ അസുഖം വരാതിരിക്കാനും സഹായിക്കും. അതാണ് കൈ കഴുകുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമ്മളങ്ങനെ പറയാൻ കാരണം ഈ ഡ്രോപ്ലെറ്റിൽ കൂടെയാണ് ഇത് പടരുന്നതെന്ന് പറയുന്നത് അല്ലേ? അപ്പം വായിൽ കൂടെ അധികം നേരം സഞ്ചരിക്കാതെ ഡ്രോപ്ലെറ്റിൽ കൂടെ പടരുന്നു എന്നുള്ള കാര്യം കൂടെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ. നമ്മൾ ഒന്ന് തുമ്മുകയാണെങ്കിൽ തുമ്മുമ്പോൾ നമുക്കറിയാം ശക്തിയായി നമ്മുടെ മൂക്കുന്നൊക്കെ ഈ ചെറിയ കണികൾ നമ്മൾ പോകുന്നത് നമുക്ക് കാണാം. ഇതിനാണ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത്. ചുമക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായ ഒരുപാട് കണികകൾ അന്തരീക്ഷത്തിലേക്ക് പരകുകയും ഇത് 1-2 മീറ്റർ നമ്മളൊന്ന് തുമ്മുകയാണ് 2 മീറ്ററെങ്കിലും അത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നേരെ അത് താഴേക്കാണ് പോകുന്നത്. താഴെ നിലത്ത് പോയിട്ട് വീഴുന്നു. ചില അസുഖങ്ങൾ മാത്രം അതവിടെ കിടന്ന് നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് പൊങ്ങാനും പിന്നെ വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരം വൈറൽ ഇൻഫെക്ഷനിൽ ഇത് താഴെ വീണതിന് ശേഷം അതിനൊരു ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ നശിച്ചു പോകും. അല്ലെങ്കിൽ നേരെ നമ്മുടെ മൂക്കിലേക്കാണ് ഈ തുമ്മലും ഈ ചുമയും കണികൾ വരുന്നെങ്കിൽ നമ്മുടെ മൂക്കിലൂടെ നമ്മളെ ശ്വാസകോശത്തിലെത്തുകയും ഈ അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ആ സോഷ്യൽ ഡിസ്റ്റൻസ്, അതായത് 1-2 മീറ്റർ വിട്ട് മാത്രം നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ അസുഖം പകരുന്നത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് ഈ 1 മീറ്റർ 2 മീറ്റർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ പിന്നെ പലപ്പോഴും ചോദിച്ചു കേൾക്കുന്ന ഒരു കാര്യം, എത്ര നേരം ഈ വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും പുറത്തോട്ട് എത്ര നേരം ജീവിച്ചിരിക്കും എന്നുള്ളതൊക്കെ അതിനൊരു വ്യക്തമായിട്ടൊരു ഉത്തരമുണ്ടോ നമുക്ക്? സാധാരണ ഒരു വൈറസ് എന്ന് പറയുന്നത് ഒരു 8 മണിക്കൂർ വരെയൊക്കെ നമ്മൾ അന്തരീക്ഷത്തിൽ അതിനൊരു നോർമൽ ആയിട്ടൊരു ജീവിതം തുടരാൻ പറ്റുകയുള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് അടുത്ത മനുഷ്യ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ അത് നശിച്ചു പോകും. പക്ഷേ ഈ വൈറസ് ചിലപ്പോൾ കുറച്ചുകൂടെ സമയം കൂടുതൽ നമ്മുടെ പ്രതലങ്ങളിലൊക്കെ നിന്നേക്കാം. ഒരു 18 മണിക്കൂർ 20 മണിക്കൂർ വരെയൊക്കെ നിന്നേക്കാം.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സന്ദർശിക്കാനോ അല്ലെങ്കിൽ ഈ രോഗമുള്ളവരെ സന്ദർശിക്കാനോ നമ്മൾ മെനക്കെടരുത്. എന്ന് വെച്ചാൽ അവർ തൊട്ടിരിക്കുന്ന ഇപ്പോൾ ഡോർ ഹാൻഡിലാണെങ്കിലും അല്ലെങ്കിൽ മേശപ്പുറത്തൊക്കെ ഈ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അവിടെ പോയി തൊടുകയാണെങ്കിൽ ഈ 18-20 മണിക്കൂർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു പരീക്ഷണങ്ങളോടെ കണ്ടെത്തിയത് മാത്രമാണ്. ചിലപ്പോൾ കൂടുതൽ സമയം ഇരുന്നേക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അനാവശ്യമായി എക്സ്പോസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒരു 18-20 മണിക്കൂറിനുള്ളിൽ ഈ വൈറസുകൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്രയും ദിവസത്തെ ഇടവേളകൾ ഈ ലോക്ക്ഡൗൺ പീരീഡൊക്കെ നീട്ടാനുള്ള ഒരു കാരണം. പിന്നെ ഈ മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു വളരെ സംശയങ്ങളുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് ശരിക്കും മാസ്ക് ധരിക്കേണ്ടത്? എന്തുതരം മാസ്കാണ് ശരിക്കും ഈ വൈറസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ തരുന്നത്? സാധാരണ നമുക്ക് കിട്ടുന്ന മാസ്കുകൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പച്ച നിറത്തിലൊരു മാസ്ക് കിട്ടും. അതൊരു സർജിക്കൽ മാസ്കാണ്. അതിലൂടെ നമുക്ക് ഒരു വൈറസിനെയും നമുക്ക് തടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന് കിട്ടുന്ന 3 ലെയർ മാസ്ക് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലുകളൊക്കെ കിട്ടുന്ന മാസ്ക്. അതൊരു പരിധി വരെ ഈ വൈറസിനെയൊക്കെ തടുക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്ക് എന്ന് പറഞ്ഞാൽ N95 എന്ന് പറയുന്ന ഒരു തരം മാസ്ക് തന്നെയാണ്. അത് ധരിച്ചെങ്കിൽ മാത്രമേ ഈ വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോട്ടൺ മാസ്ക് ആവട്ടെ അല്ലെങ്കിൽ ഒരു മുഖംമൂടി, വെറുതെ ഒരു മുഖംമൂടി ആവട്ടെ, എന്താണെങ്കിലും ഇപ്പം നമുക്ക് ഒരു ചുമയോ തുമ്മലോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തുമ്മുന്ന സമയത്ത് ചുമയ്ക്കുന്ന സമയത്ത് ഇത് മുന്നോട്ട് പോകാതെ അതിനെ തടുക്കും. അപ്പോൾ നമ്മളിൽ നിന്ന് വേറൊരാൾക്ക് ഈ അസുഖം കിട്ടാതിരിക്കാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ മാസ്ക് നമ്മൾ ധരിച്ചുകൊണ്ട് നമുക്ക് ഈ അസുഖം വരാതിരിക്കില്ല. അത് ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യില്ല. N95 എന്ന് പറയുന്ന മാസ്ക് മാത്രമേ ഒരു രോഗാണുവിനെ തടുക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് അസുഖമുണ്ട്, നമ്മൾ ഏത് മാസ്ക് ഉപയോഗിച്ചാലും ഇതിനെ പുറത്തേക്ക് തള്ളിവിടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. രോഗം വരാതിരിക്കാൻ ധരിക്കേണ്ടത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് മാത്രം. അതായത് ഈ രോഗിയെ പരിശോധിക്കുന്നവരോ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന നഴ്സുമാരോ പാരാമെഡിക്സോ അല്ലെങ്കിൽ രോഗിയുടെ കൂടെ ഇരിക്കുന്നവർ മാത്രമേ ഇത്തരം മാസ്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. എല്ലാവരും N95 മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മാസ്കിൻ്റെ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ മാസ്കുകൾ കിട്ടാതാവും. അപ്പോൾ നമുക്ക് പലപ്പോഴും രോഗികളെ പരിശോധിക്കുന്ന ആൾക്കാർ അതിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ N95 മാസ്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. മാസ്ക് ഉപയോഗിക്കേണ്ട രണ്ട് തരം ആൾക്കാരാണ്. ഒന്ന്, അസുഖമുള്ളവർ മറ്റുള്ളവരേക്ക് പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കണം. അത് ഏത് മാസ്ക് ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. രണ്ടാമത്തേത്, രോഗിയെ പരിചരിക്കുന്നവർ N95 പോലുള്ള മാസ്കുകൾ ഉപയോഗിക്കണം. മറ്റൊരു അഡ്വാൻറ്റേജ് ഈ മാസ്ക് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ പല രാജ്യങ്ങളിലും, ഇപ്പോൾ നമ്മൾ ചെക്കോസ്ലോവാക്യയിൽ നിന്നൊക്കെയുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും, പലരും മാസ്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ കിട്ടാതിരിക്കാൻ. വേറൊരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ എവിടെയെങ്കിലും നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ അണുക്കളുണ്ടെങ്കിൽ അറിയാതെ നമ്മളെ മുഖത്ത് തടവാനും ഈ വൈറസ് കയറി പോകാതിരിക്കാൻ ഈ മാസ്ക് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് മാസ്ക് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് കഴിയുന്നത് അതിൻ്റെ അനാവശ്യമായ യൂസ് കുറച്ചതിന് ശേഷം നമുക്ക് ഈ മാസ്ക് നാളേക്ക് വേണ്ടി പ്രിസർവ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞാൽ ഇത്തരം മാസ്കുകൾ കിട്ടാതാവുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ, മാസ്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് അത് ഡിസ്കാർഡ് ചെയ്യുന്ന ഇപ്പോൾ പലരും റോഡിൽ മാസ്ക് വലിച്ചെറിയുന്നു, അപ്പോൾ അങ്ങനെയും കൂടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ശീലമാണോ? അല്ല, ഈ മാസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏത് മാസ്ക് ഉപയോഗിച്ചാലും നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങൾ ഈ മാസ്കിൽ പറ്റി പിടിക്കും. അത് ബാക്ടീരിയ ഉണ്ടാവും, വൈറസ് ഉണ്ടാവും, പൊടിപടലങ്ങളുണ്ടാവും. ഇത് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുകയാണെങ്കിൽ ഈ അടിഞ്ഞുകൂടിയ എല്ലാ അഴുക്കും ബാക്ടീരിയയും വൈറസും എല്ലാം കൂടെ ഒരു സ്ഥലത്ത് എത്താൻ പലരും ഇത് ഉപയോഗിച്ചതിന് ശേഷം അത് ഉപേക്ഷിക്കുന്നത് മേശപ്പുറത്തും അല്ലെങ്കിൽ ബെഡിലും ഒക്കെ തന്നെയാണ്. ഈ വൈറസും ബാക്ടീരിയ എല്ലാം നമ്മുടെ മേശപ്പുറത്തും നമ്മളെ ബെഡിലായി, പിന്നെ നമ്മളത് തൊട്ടതിന് ശേഷം നമ്മുടെ കയ്യിലൂടെ രണ്ടാമത് നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇത് വളരെ കെയർ എടുത്ത് നമ്മളൊരു വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടതിന് ശേഷം അത് മറ്റുള്ളവർ തൊടാതെ നോക്കുകയും അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അലക്ഷ്യമായി ഇത്തരം മാസ്കുകൾ വലിച്ചെറിഞ്ഞാൽ ഇത് ഗുണത്തേക്കാളേറെ വളരെ ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് തന്നെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പടരുമെന്ന്. പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് എല്ലാവർക്കും അത് വലിയൊരു കോംപ്ലിക്കേഷനിലോട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നില്ല. ആരൊക്കെയാണ് ഇത് ശരിക്കും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അപകടമായ അവസ്ഥയിലോട്ടൊക്കെ പോകുന്നതായിട്ട് കണ്ടുവരുന്നത്? സാധാരണ നിലയ്ക്ക് ഏത് അസുഖവും, ഇപ്പോൾ വൈറൽ ഫീവർ, നമ്മളിപ്പോൾ ഒരുപാട് വൈറൽ ഫീവർ 2010 നമ്മുടെ നാട്ടിൽ H1N1 എന്ന് പറയുന്ന ഒരു പനി വ്യാപകമായി വരികയും ഒരുപാട് ആൾക്കാർ അതിലൂടെ മരിക്കുകയും ചെയ്തു.
പിന്നെ അതിനുശേഷം മറ്റ് പല അസുഖങ്ങളിലും ഒരുപാട് ആൾക്കാർ മരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ മരണം സംഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ഒന്ന് പ്രായമായ ആൾക്കാരിൽ. അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി പ്രായമാകുന്നതിന് അനുസരിച്ച് കുറയാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ക്യാൻസറിന് മരുന്ന് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനുള്ള ആൾക്കാരിൽ ഈ അസുഖം വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറുപ്പക്കാരിൽ ഇത്തരം അസുഖങ്ങൾ വൈറൽ ഫീവേഴ്സ് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ വളരെ ചുരുക്കം ചെറുപ്പക്കാരിലും ഇത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ചെറുപ്പക്കാർ ഈ അസുഖം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കറങ്ങി നടക്കുന്നത് കാരണം അവർക്ക് ഈ അസുഖം വരാനും ഈ അസുഖം അവരുടെ വീട്ടിലുള്ള അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പന്മാർക്കോ ഒക്കെ വന്ന് അവർ മോശമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് അസുഖം വന്നാൽ കുഴപ്പമുണ്ടാകില്ല എന്ന് ആരും വിചാരിക്കരുത്. നമുക്കും കുഴപ്പമുണ്ടാകാം. നമ്മളിൽ നിന്ന് നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് വലിയ കുഴപ്പങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അസുഖത്തെ എല്ലാവരും നമ്മൾ വളരെ കെയർഫുള്ളായി തന്നെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യണം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് ഈ അസുഖം വന്നു കഴിയുമ്പോൾ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഏത് വൈറൽ ഫീവറിനെ പോലെ ഇത് ഒരാഴ്ച തൊണ്ടവേദന, ചുമ, ശ്വാസമുട്ടൽ എല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ഒരു 80% ആൾക്കാരിലും ഇത് വളരെ ചെറിയ തോതിലുള്ള പനിയും ശരീരം വേദനയും ചുമയും മാത്രമേ ഉണ്ടാവുള്ളൂ. 15% ആൾക്കാർക്ക് ശ്വാസം മുട്ടലോടുള്ള ചുമയും ലങ്സിനകത്ത് ശ്വാസകോശത്തിനകത്ത് ന്യൂമോണിയ പോലുള്ള ബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർക്ക് ഈ ന്യൂമോണിയ ARDS എന്ന് പറയുന്ന കൂടിയ ഒരു തരം ന്യൂമോണിയായി മാറാനും അവർ വെന്റിലേറ്ററിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മരണനിരക്ക് പ്രകാരം ഏകദേശം 3 മുതൽ 5% ആൾക്കാർ വരെ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിനെ വളരെ ഭയപ്പാടോടുകൂടി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടുകളിലുള്ള പ്രായമായ ആൾക്കാരിൽ ഇത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഈ അസുഖത്തെ കണ്ടെയ്ൻ ചെയ്യാൻ, അതായത് നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇന്നിപ്പോൾ നമുക്ക് ഈ അസുഖമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത്? അത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും? അതിൻ്റെ റിസൾട്ടിൻ്റെ ആധികാരികത എന്താണ്? 2 പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ഇതിന്. എല്ലാതരം വൈറൽ അസുഖങ്ങൾക്കും ഒന്ന് നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വൈറസിനെ അങ്ങനെ തന്നെ കണ്ടുപിടിക്കാൻ PCR എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യുന്നു. PCR ആണ് ഏറ്റവും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പവും ഏറ്റവും ആദ്യം പോസിറ്റീവ് ആകുന്നു. അതിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ രാജ്യത്തും അതിനുള്ള കിറ്റുകൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രമാണ് ഈ കിറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ICMRൻ്റെ അവർ സർട്ടിഫൈ ചെയ്ത സ്ഥലങ്ങൾ മാത്രമേ ഈ കിറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കിറ്റുകൾ എന്ന് പറയുന്നത് മുന്നേ ഈ വൈറസിൻ്റെ സീക്വൻസ്, അതായത് അതിൻ്റെ ജനറ്റിക്കൽ ഘടന പഠിച്ചതിന് ശേഷം അതായിട്ട് കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതേപോലെ സൃഷ്ടിച്ചെടുക്കപ്പെടുന്ന ഒരു എൻവയോൺമെൻറ്റിൽ നമ്മളതിനെ കണ്ടുപിടിക്കുകയോ ചെയ്യുന്നതാണ് ഈ ടെസ്റ്റുകളെ കൊണ്ട് നമുക്ക് പറ്റുന്നത്. നമുക്ക് വളരെ അഡ്വാൻസ് ആയി തന്നെ ഈ അസുഖത്തെ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റുകളെ കൊണ്ട് പറ്റും. പക്ഷേ ഇതിലും പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത, അതായത് നെഗറ്റീവ് ആയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് ആകാം. അത് ഒന്നുകിൽ ആ മിഷനിൽ സംഭവിക്കുന്ന എററോ അല്ലെങ്കിൽ ഈ വൈറസ് വന്നതിന് ശേഷം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു വിൻഡോ പീരീഡ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് പലപ്പോഴും ഈ ടെസ്റ്റുകൾ നെഗറ്റീവ് ആകും. അതുകൊണ്ടാണ് പലപ്പോഴും ഗവൺമെൻറ് പറയുന്നത് 2 ടെസ്റ്റെങ്കിലും മിനിമം നിങ്ങൾ ചെയ്തതിന് ശേഷമേ ഇത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ എത്ര സെൻസിറ്റിവിറ്റി, അതിൻ്റെ സ്പെസിഫിസിറ്റി, ഇതൊക്കെ നമ്മൾ അറിയണമെങ്കിൽ കൂടുതൽ രോഗികളെ ഇത് പരിശോധിച്ച് ഓരോ കമ്മ്യൂണിറ്റിയിലും, ഇപ്പോൾ ചൈനയിൽ ഉണ്ടായ പോലത്തെ ഒരു അസുഖമല്ല ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി വ്യത്യാസമാണ്. അപ്പോൾ ഇവരിൽ എങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ റിസൾട്ട് തരാൻ പോകുന്നതെന്ന് ഒരുപാട് രോഗികൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് ഒരു അസുഖം സ്ഥിരീകരിക്കുകയാണെന്ന് വയ്ക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമ്മളിപ്പോൾ ലഭ്യമായിരിക്കുന്നത്? സാധാരണ ഒരേ തരം ചികിത്സാ രീതിയാണോ? അല്ല, സാധാരണ ഇപ്പോൾ കോവിഡ് ആയാലും H1N1 ആയാലും അല്ലെങ്കിൽ എന്തായാലും ഒരു വൈറൽ ഫീവർ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ നമ്മൾ വീട്ടിൽ അടങ്ങിയിരിക്കും. നമ്മൾ ഒന്ന് ഗാർഗിൾ ചെയ്യും, പാരസെറ്റമോൾ ആവശ്യമുണ്ടെങ്കിൽ കഴിക്കും. ഇത്രയൊക്കെ തന്നെ കോവിഡ് പോലുള്ള അസുഖങ്ങൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ചില രോഗികളെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരും. അതായത് അവർക്ക് ശ്വാസം മുട്ടലുണ്ടാകാം, ചുമ ശക്തിയായി വരാം. അങ്ങനെയുള്ളവരിൽ സാധാരണ ഓക്സിജൻ കൊടുക്കാം. അവരെ ചിലപ്പം കൂടുതൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി പ്രത്യേകതരം ഡിവൈസുകളിലൂടെ നമുക്ക് ഓക്സിജൻ കൊടുക്കാം. വെന്റിലേറ്ററിലേക്ക് പോകേണ്ടി വന്നേക്കാം ചിലരൊക്കെ. പക്ഷേ ഇതിന് ചില മരുന്നുകൾ, അതായത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പോലുള്ള ചില മരുന്നുകൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിലൂടെ മാത്രമേ കൊടുക്കാവൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ പലതും കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ചിലപ്പോൾ ECG എടുക്കേണ്ടി വന്നേക്കാം.
അവരുടെ ഹാർട്ടിനകത്ത് ചില കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കേണ്ടി വന്നേക്കാം. ഇതൊന്നും നമ്മൾ ബ്ലൈൻഡായിട്ട് ഈ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർക്ക് പലപ്പോഴും കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന് പറയുന്ന മരുന്ന് ഇപ്പോൾ വ്യാപകമായി വാട്സാപ്പിലൂടെയൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത് കഴിച്ചാൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ താളം തെറ്റാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് ECG എടുത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട അസുഖമാണ്. പിന്നെ HIV-യിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ഇതിൽ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇത് അത്ര ഫലപ്രദമല്ല എന്നാണ് കണ്ടത്. പക്ഷേ റഷ്യൻ സയൻറ്റിസ്റ്റുകളും ഇന്ത്യയിലും ഈ മരുന്ന് വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൂടാതെ ക്യൂബയിൽ നിന്നുള്ള മരുന്നുകൾ, അല്ലാതെ ഈ അസുഖം വന്ന് ഭേദമായ ആൾക്കാരിൽ നിന്ന് അവരുടെ ബ്ലഡ് എടുത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആൻറ്റിബോഡികൾ, ഇതെല്ലാം ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സീസൺ കഴിയാതെ, അതായത് ഈ വൈറൽ അസുഖങ്ങൾ മിക്കവാറും ഒരു വർഷമെങ്കിലും എടുക്കും അതിൻ്റെ ഒരു സീസൺ കഴിയാൻ. ആ സീസൺ കഴിയുമ്പോൾ മാത്രമാണ് കൃത്യമായി ഏതെല്ലാം മരുന്നുകൾ ഉപയോഗിച്ചു, കൃത്യമായി ഏതെല്ലാം മരുന്നുകൾ അതിനെ പ്രതിരോധിച്ചു എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനുശേഷം മാത്രമേ ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ വരുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്ന പല ആശുപത്രികളും അല്ലെങ്കിൽ പല ഗവൺമെൻറ്റുകളും അവരുടേതായ പ്രോട്ടോക്കോളിലൂടെയാണ് രോഗികളെ ചികിത്സിക്കുന്നത്. അത് ആ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോട്ടോക്കോൾ ആ രാജ്യത്തെ ഡോക്ടർമാർ അത് പാലിക്കാൻ അവർ നിർബന്ധിതമായി. അതല്ലാതെ മറ്റ് രാജ്യങ്ങളിലുള്ള പ്രോട്ടോക്കോൾ വേറൊരു രാജ്യത്ത് ഉപയോഗിക്കാൻ സാധാരണ ഒരു ഗവൺമെൻറ് സമ്മതിക്കാറില്ല. അവരുടെ പ്രോട്ടോക്കോൾ, അവരുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ച് കൃത്യമായ പ്രോട്ടോക്കോളിലൂടെ മാത്രമേ ഈ അസുഖങ്ങളെ നമുക്ക് നേരിടാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം ഡോക്ടർ, പല ഇൻഫെക്ഷനുകൾക്കൊക്കെ നമുക്കൊരു വാക്സിൻ നമ്മൾ കൊടുക്കാറുണ്ട്. കോവിഡിന് വേണ്ടിയുള്ള വാക്സിനുകളും പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ടോ? ഡെഫിനറ്റായിട്ട് ഒരു വാക്സിൻ വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ വൈറൽ ഇൻഫെക്ഷനും ഇപ്പോൾ വാക്സിൻസ് അവൈലബിൾ ആണ്. വൈറസിൻ്റെ ഏതെങ്കിലും പ്രോട്ടീനോ അല്ലെങ്കിൽ അതിൻ്റെ ആവരണമോ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് വാക്സിൻ ഉണ്ടാക്കുന്നത്. അതായത് ഒരു വൈറസിൻ്റെ ഒരു പ്രോട്ടീൻ എടുത്ത് അതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു സാധനം നമ്മൾ ശരീരത്തിലേക്ക് കുത്തുവെക്കുകയും ആ സാധനം പോയിട്ട് നമ്മുടെ ശരീരത്തിനെ ഉണർത്തുകയും നമ്മളൊക്കെ അതിനെതിരെ ആൻറ്റിബോഡീസ് ഉണ്ടാവുകയും ചെയ്യാണ് സാധാരണ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വൈറസിനെതിരെയും വാക്സിൻസ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. പല ആൾക്കാരിലും അത് പരീക്ഷിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് വിജയമാണെന്ന് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു വ്യാവസായികമായ അടിസ്ഥാനത്തിൽ ലോകം മുഴുവൻ വെക്കാൻ വേണ്ടി കുറച്ച് സമയം വേണ്ടി വരും. മറ്റൊന്ന് നമ്മൾ പലപ്പോഴും ന്യൂസിലുമൊക്കെ കേൾക്കുന്ന ഒരു ബയോ ടെററിസം ഒരു ആംഗിൾ ഇതിൻ്റെ, അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള സാധ്യതകൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്നുമുണ്ടോ? ഇപ്പോൾ ലഭ്യമായ വിവരം അനുസരിച്ച് ഇത് ബയോ ടെററിസം ആവാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഭാവിയിൽ അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ജീനോമിക് സീക്വൻസ് ഒക്കെ അവർ പലരും സ്റ്റഡി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും രാജ്യം തുറന്നു വിട്ടതാണോ അല്ലെങ്കിൽ ഇത് നാച്ചുറലി സംഭവിച്ചതാണെന്ന് അത് കാലം തന്നെ തെളിയിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അത് ബയോ ടെററിസം ആണെന്ന് പറയാൻ ഒരു കാര്യവുമില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതാണല്ലോ നമ്മൾ സാധാരണ പറയുന്നത്. ഇത് മൃഗങ്ങളിലേക്കോ വളർത്തുമൃഗങ്ങളിലേക്കോ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങളിൽ നിന്ന് നമുക്കോ ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ടോ? ഇത് ഒരു ജീവികളിൽ നിന്നാണ് വന്നതെന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് വിശ്വാസം മാത്രമാണ്. പക്ഷേ പകരുന്നത് മനുഷ്യൻ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമാണ്. അതായത് ഒരു മനുഷ്യൻ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് മാത്രമേ പകരുകയുള്ളൂ. അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള പട്ടിക്കുട്ടിയോ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പക്ഷികളിൽ നിന്നൊന്നും നമ്മളിലേക്ക് വരുന്നതായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു മനുഷ്യൻ നിന്ന് മനുഷ്യനിലേക്ക് മാത്രമാണ്. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കുട്ടികൾക്ക്, ഗർഭിണികൾ, ഇങ്ങനത്തെയൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഈ അസുഖം എന്തെങ്കിലും പ്രത്യേക രീതിയിലാണോ വരുന്നത്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? കുട്ടികളിൽ ഈ അസുഖം ഇതുവരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയില്ല. എന്നിരുന്നാലും 13 വയസ്സുകളും 14 വയസ്സുള്ള ആൾക്കാർ മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നമുക്കറിയില്ല. കുട്ടികൾ ശ്രദ്ധിക്കണം. പ്രഗ്നൻ്റ് ലേഡീസ് ഏത് അസുഖത്തെ പോലെയും പ്രഗ്നൻസിയിൽ ഇത്തരം അസുഖങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ അതിന് തക്കതായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. അതായത് പ്രഗ്നൻസിയിൽ ഇതൊരു വലിയ കുഴപ്പമുണ്ടാക്കുന്ന അസുഖമാണെന്ന് ഇതുവരെ ഒരു റിപ്പോർട്ടുമില്ല. അവരും മറ്റുള്ളവരെ പോലെ തന്നെ വളരെ കെയർ എടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസത്തെ സമയത്തും നമുക്ക് മറ്റ് പല മരുന്നുകളും ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുള്ളതുകൊണ്ട്. ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. ഇപ്പോൾ ലോകം മൊത്തം ഈ അസുഖം വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ തീവ്രത കൂടിയതായിട്ട് കണ്ടുവരുന്നു. ഇന്ത്യ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ തീവ്രത അത്രത്തോളം അത്ര വലിയ പ്രശ്നമായിട്ട് ഇതുവരെ കണ്ടുവന്നിട്ടില്ല. ഇതിന് പല തിയറീസും ആൾക്കാർ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള എന്തെങ്കിലും കോൺസെപ്റ്റ്സ് ഇതുവരെ ഉണ്ട്? അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത് നമ്മളെ ഇന്ത്യൻസ് ഒരുപാട് ഇൻഫെക്ഷൻ നമ്മുടെ രാജ്യത്ത്, നമ്മളുടെ ശരീരത്തിൽ പല ഇതുപോലുള്ള കൊറോണ വൈറസുകൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഈ കൊറോണയല്ല, ഇതിന് മുന്നത്തെ ജനറേഷൻ കൊറോണ. അതുകൊണ്ട് നമുക്കൊരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമുക്ക് ഇതിനെതിരെ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത് വലിയ കുഴപ്പങ്ങളുണ്ടാകാത്തത്. രണ്ടാമത് നമ്മൾ ഇപ്പോൾ പറയുന്നത് BCG എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ നമ്മളെല്ലാവരും എടുക്കുന്നു. നമ്മുടെ തലമുറകളായിട്ട് നമ്മളെ പല ആൾക്കാരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷനാണ്. അത് ഇതിനൊരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിനൊരു കഴിവുണ്ടെന്നാണ് ഇപ്പോൾ
പലരും വിശ്വസിക്കുന്ന അതിനുള്ള റിസർച്ച് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റ് പല രാജ്യങ്ങളിലും അവരുടെ എൽഡർലി പോപ്പുലേഷൻ വളരെ കൂടുതലുള്ള രാജ്യങ്ങൾ, ഇറ്റലി പോലുള്ള സ്ഥലങ്ങൾ, അത് എൽഡർലി പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. നമുക്ക് അങ്ങനെ എൽഡർലി പോപ്പുലേഷൻ അത്ര അധികം ഇല്ല. അതും നമുക്കൊരു അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഇതുവരെ നമ്മൾ കണ്ടെടുത്തോളം ഈ അസുഖം വലിയൊരു കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല എന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ അത് കാലം തന്നെ തെളിയിക്കാൻ പറ്റുകയുള്ളൂ. വളരെ നന്ദി ഡോക്ടർ. ഓക്കെ. COVID-19 കുറിച്ച് ഏവർക്കും നല്ലൊരു ധാരണ കിട്ടിയെന്ന് കരുതട്ടെ.